ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഭൂമിയിൽ എൻ്റെ 30+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചെടുത്ത ഒരു വലിയ ലെസനാണ് ലൈഫ് ഈസ് ഗോയിങ് ടു കോൺസ്റ്റൻ്റ്ലി ചേഞ്ച്. നോ മാറ്റർ ഞാൻ എത്ര പ്ലാൻ ചെയ്താലും എത്ര റുട്ടീൻ ക്രിയേറ്റ് ചെയ്താലും ഇറ്റ് ഈസ് ഗോയിങ് ടു കോൺസ്റ്റൻ്റ്ലി ചേഞ്ച്. ആൻഡ് ഞാനത് എത്രയും പെട്ടെന്ന് എംബ്രേസ് ചെയ്താൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് മീ മോർ പീസ്. സോ അങ്ങനത്തെ ഒരു ചേഞ്ച് ഞാൻ നെക്സ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ് മേ ബി എംബ്രേസ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ് us ഡു ദിസ് ടുഗെദർ. ബിഫോർ ദാറ്റ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കീമ ഉണ്ടാക്കുകയാണ്. സോ ഐ എം കീപ്പിംഗ് ഇറ്റ് ഔട്ട്സൈഡ് ടു thaw them. And let us fill the water bottle because it's important, and let us sit together to plan that major change for the next couple of months. Okay, let me tell you the big change. That is learning driving. Learning driving might be a small thing. Trust me, it is a small thing. But the major thing is overcoming my fears. എനിക്ക് കുറേ അധികം പേടിയുണ്ട്. ആൻഡ് ഈ പേടി വിചാരിച്ചിട്ടാണ് ഈ 7 years ഞാൻ ഇങ്ങനെ തള്ളി കൊണ്ടുപോയത്. ഓൾവേസ് ഹാഡ് ദിസ് എക്സ്ക്യൂസ് ദാറ്റ് you know what, in Bombay it is not necessary. അവിടെ നിറയെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഈ ട്രാഫിക്കിൽ ആര് വണ്ടി ഓടിക്കും? ദുബായ് വന്നപ്പോഴും I was like, metro is the best way of transportation. Why do I need a car? അബുദാബിയിൽ വന്നപ്പോഴാണ് the real challenge begins. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം ബസ്സിൽ പോവുകയാണെങ്കിൽ നല്ലോണം സമയം പിടിക്കും. ആൻഡ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും അതൊരു വലിയ സെറ്റ് ബാക്ക് ആയി മാറിയിട്ടുണ്ട്. സോ ഐ ഹാവ് ഹിറ്റ് ദ ഡെഡ് എൻഡ്. എനിക്കിനി എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. സോ ഐ ഹാവ് ഡിസൈഡഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ചേഞ്ച്. ഐ എം ഗോയിങ് ടു ബി അൺകംഫർട്ടബിൾ, ബട്ട് ലെറ്റ്സ് ഡു ദിസ്. ഞാൻ തിയറി ടെസ്റ്റ് പാസ്സായി. ഇനി നമുക്ക് അബുദാബി ഡ്രൈവിംഗ് സ്കൂൾ മുസഫയിൽ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു ഷെഡ്യൂൾ കിട്ടും. ഈ ഷെഡ്യൂളിൽ നമുക്ക് ഡേറ്റ്, ടൈം എല്ലാം ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മാർച്ചിലാണ് കേട്ടോ ഞാനിത് ചെയ്യണത്. സോ നിങ്ങൾക്ക് ഐ എം ഗോയിങ് ടു ടേക്ക് യു ത്രൂ ദ പ്രോസസ് ഓഫ് മൈൻഡ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസിയർ ഫോർ യു ടു കണക്ട്. സോ നിങ്ങൾക്ക് ഓൾറെഡി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ആളാണ് UAE എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു നൊസ്റ്റാൾജിയ ആയിരിക്കും. ആൻഡ് സമ്മൺ ഹു ഈസ് പ്ലാനിങ് ടു ഡു ഇറ്റ്, ഇറ്റ് മൈറ്റ് ബി ഇൻഫോർമേറ്റീവ്. സോ ഞാൻ ഓൾറെഡി ഇത് പ്ലാൻ ചെയ്യാണ്. ഈ പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സിൽ തന്നെ എനിക്ക് നല്ലോണം ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു. ഞാൻ ഇത് എഴുതുമ്പോഴും തന്നെ ഓക്കെ, ദിസ് ഡേറ്റ് ഐ എം ഗോയിങ് ടു ഗോ ടു ദ ക്ലാസ്, ദിസ് ഡേറ്റ് ഐ എം ഗോയിങ് ടു ഗോ ടു ദ ക്ലാസ്. ഇത് എഴുതുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് മൈ മൈൻഡ് ചേഞ്ച്. So planning is a very powerful tool for me which helps process a lot of information. And ഇങ്ങനത്തെ ഒരു ടൈം നിങ്ങൾക്ക് ദിസ് ഇസ് ജസ്റ്റ് നോട്ട് ഫോർ ഡ്രൈവിംഗ്. നിങ്ങൾക്ക് എന്ത് ലൈഫിൽ ചേഞ്ചസ് ഉണ്ടെങ്കിലും അത് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു സം പ്ലാനിങ് സ്റ്റെപ്സ് ആൻഡ് യു ആർ ഓൾമോസ്റ്റ് ദെയർ. कीमा में पोटैटो डालता क्या? സിൻസ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഐ കെപ്റ്റ് ദ കീമ റെസിപ്പി വെരി സിമ്പിൾ. ഞാൻ ആകെ ഇട്ടിട്ടുള്ളത് ജിഞ്ചർ, ഗാർലിക്, അനിയൻ ആൻഡ് ടൊമാറ്റോനെ ഇങ്ങനെ മാനുവലി ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക. ആൻഡ് നന്നായിട്ട് ഓയിലിൽ റോസ്റ്റ് ചെയ്തെടുക്കുക, മുഷിയാക്കി എടുക്കുക. ഈ മാനുവൽ ചോപ്പ് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആണ്. ഇറ്റ്സ് ബീൻ ഐ തിങ്ക് 4 years ഞാൻ ഈ സെയിം ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ സൈസ് പെർഫെക്റ്റ് ആണ് ആൻഡ് ദ ബ്ലേഡ്സ് ആർ സൂപ്പർ ഓസം. സോ ഇതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ഇൻ കേസ് യു ആർ interested. ഞാൻ ആദ്യമായിട്ടാണ് കീമ വാങ്ങിക്കുന്നത്. സോ ഐ ഫൊഗോട്ട് ടു സീ ദ ഇൻഗ്രീഡിയൻസ്. ഞാൻ വിചാരിച്ചത് ഇത് കീമ എന്ന് പറയുമ്പോൾ മിൻസ്ഡ് ചിക്കൻ ആണ്. പക്ഷേ ഇതിൽ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ ഇതിൽ ഓൾറെഡി സോൾട്ട് ഉണ്ട് ആൻഡ് ഇതിൽ സോയ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. സോ ഐ എം നോട്ട് ഷുവർ വൈ ഈസ് ദാറ്റ്. മേ ബി ബൈൻഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണെന്നും തോന്നുന്നു. അറ്റ് ദി എൻഡ് ഫൈനൽ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. മേ ബി നമുക്ക് ഫ്രഷ് മീൻസ് ചിക്കൻ കിട്ടുവാണെങ്കിൽ അതായിരിക്കും മച്ച് ബെറ്റർ. ആൻഡ് ഫൈനലി ഇതിൽ ഞാൻ കുറച്ച് കിച്ചൺ കിങ് മസാല ആഡ് ചെയ്യുന്നുണ്ട് ടു ആഡ് സം ഫ്ലേവർ. ആൻഡ് ദെൻ ഫൈനലി ഞാൻ ഗ്രീൻ പീസ് ഇടുന്നുണ്ട് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് വിശാൽ. ആൻഡ്
coriander, lots of coriander. ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കീമ പാവാണ് കഴിക്കുന്നത്. ദാറ്റ് ഈസ് ഫ്രം പൂനെ. കാരണം പൂനെയിൽ കുറേ അധികം ഇറാനിയൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ ഇൻ കേസ് ഇഫ് യു ആർ ഫ്രം പൂനെ, ഡു ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് ട്രൈഡ് ദർ ഫേമസ് മട്ടൻ കീമ പാവ്. യു നോ വാട്ട്, ഒരു ഏജ് കഴിഞ്ഞാൽ പേരൻസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതൊരു പ്രിവിലേജാണ്. സോ ഇപ്രാവശ്യം അച്ഛനമ്മ വെക്കേഷന് വന്നപ്പോൾ ഐ ഡിഡ് നോട്ട് ഡു എനി കൈൻഡ് ഓഫ് മൾട്ടി ടാസ്കിങ്. ജസ്റ്റ് ഞാൻ സിംപ്ലി മൈ ഫോക്കസ് വാസ് ടു സ്പെൻഡ് ടൈം വിത്ത് ദെം ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. മമ്മി വിശാൽ, നമ്മളിപ്പോ എവിടെയാ? ഡോൾഫിൻ പാർക്ക്. നമ്മളിവിടെ ബാർബിക്യൂ സെറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഡോൾഫിൻ പാർക്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. സോ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഹായ് പപ്പാ. വിൻ്റർ സീസണിൽ ഡെഫിനറ്റ്ലി ബാർബിക്യൂ ചെയ്യണം. സോ നമ്മളെല്ലാവരും വൈകിട്ട് അബുദാബിയിൽ ഒരു അടുത്ത ഡോൾഫിൻ പാർക്ക് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ടായിരുന്നു ടു ഡു ബാർബിക്യൂ ആൻഡ് ഇറ്റ് വാസ് എ ഫൺ ഈവനിങ്, വെരി കാം ആൻഡ് പീസ്ഫുൾ. ഇവിടെ അബുദാബിയിൽ ഇൻ ജനറൽ ഇങ്ങനെ ചെറിയ ചെറിയ ബാർബിക്യൂ സ്പോട്ട്സ് ഉണ്ട് ഇൻ ദ പാർക്ക് ഇറ്റ്സെൽഫ്. സോ ഇറ്റ് ഈസ് വെരി സേഫ് ആൻഡ് കൺവീനിയൻറ്റ്. സോ അങ്ങനെ നമ്മളിങ്ങനെ നല്ലൊരു ഈവനിങ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു, എൻജോയ്ഡ് talking and chit-chatting. അടുത്ത് തന്നെ വേഗം ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. Until next time, take care. Bye bye.